ഇല്ല, ഇത് ഇങ്ങനെ ഈ പുരാണ പേരുകൾ പാടില്ല, അത് പാടില്ല എന്ന് ജാതീയമായിട്ടും വർഗീയമായിട്ടും വേർതിരിവ് ഉണ്ടാക്കുന്ന സെൻസർ ബോർഡിലെ ആൾക്കാരാണ്. സെൻസർ ബോർഡ് എന്ന് പറഞ്ഞാൽ ഇങ്ങനൊരു ഈ നിയമമൊന്നും പാടില്ല. സെൻസർ ബോർഡേ ആവശ്യമില്ല എന്നുള്ളതാണ് ഞങ്ങളുടെ തീരുമാനം. OTTയിലൊക്കെ ഒരു സെൻസറും ഇല്ല. ജനങ്ങൾ കാണുന്നു, ഇവിടെ വിപ്ലവങ്ങൾ ഉണ്ടാകുന്നോ കലാപങ്ങൾ ഉണ്ടാകുന്നോ ഒരു കുഴപ്പമില്ലല്ലോ. ഇതിനാവശ്യമില്ലാത്ത നിയമങ്ങളാണ്. ഇത് ആവശ്യമില്ലാതെ എന്താണ് നടപടി? മുൻവിധി കണ്ടുകൊണ്ട് ചെയ്യുന്ന പ്രവൃത്തിയാണ്. ഇതിനെതിരായിട്ട് നമ്മൾ ശക്തമായി പ്രതിഷേധിച്ചേ പറ്റത്തുള്ളൂ. ഇനി ഇത് ഇപ്പോഴേ നിയന്ത്രിച്ചില്ലെങ്കിൽ വീണ്ടും വീണ്ടും കുഴപ്പങ്ങളുണ്ടാവും. കേന്ദ്രമന്ത്രി കൂടിയാണ് ഇതിൽ, സുരേഷ് ഗോപി അഭിനയിച്ചിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിൽ ഇതിനൊരു രാഷ്ട്രീയമായി ഇതിനെ കാണുകയാണെങ്കിൽ ഇല്ല, രാഷ്ട്രീയമായിട്ട് കാണേണ്ടത് പറഞ്ഞാൽ അദ്ദേഹം ഒരു ഭരണഘടനാ പദവിയിൽ ഇരിക്കുന്ന ആളും ഇതൊരു ഭരണഘടനാ സ്ഥാപനവുമാണ്. അതുകൊണ്ടായിരിക്കാം അദ്ദേഹം ഇതിനകത്ത് പ്രതികരിക്കാത്തത്. പിന്നെ ഇത്തരം സിനിമയുടെ സ്വാതന്ത്ര്യം കൈകടത്തുന്ന രീതിയിൽ ഈ സെൻസർ കട്ടുകൾ വരുന്നത് ഇപ്പോൾ ഒരു തുടർ സംഭവമായി മാറിയിരിക്കുകയാണ്. അതിനെതിരെ എന്താണ് പറയാൻ? അതെ, സിനിമ മാത്രമല്ല, ആവിഷ്കാര സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ നാട്ടിലുള്ളതാണ്. അതിനെതിരെയായിട്ട് ആര് പ്രവർത്തിച്ചാലും അതിനെതിരെ നമുക്ക് പ്രതിഷേധിച്ചേ പറ്റത്തുള്ളൂ. ഏത് രീതിയിലായിരിക്കും ഇപ്പോൾ നടക്കാൻ പോകുന്ന സമരം? ഇതൊരു സൂചനയാണ് എന്ന് പറഞ്ഞാൽ ഇനി അങ്ങോട്ട് പ്രതിഷേധങ്ങൾ തുടങ്ങുന്നേ ഉള്ളൂ. ഞങ്ങളൊക്കെ ഈ ഘട്ടങ്ങളൊക്കെ അനുഭവിച്ചു വന്നവരാണ്. അതുകൊണ്ട് ഞങ്ങൾക്കറിയാം ഇതിനെതിരായിട്ട് ശക്തമായി നിയന്ത്രിക്കണം. ഇത് നിയന്ത്രിച്ചില്ലെങ്കിൽ ശരിയാവത്തില്ല. വലിയ രീതിയിൽ ഇത്തരം സെൻസർ കട്ടുകൾ സിനിമയെ ബാധിക്കുന്നുണ്ട്. ഇല്ല, സെൻസർ കട്ടില്ല, ഇതിൻ്റെ മെയിൻ കഥാപാത്രത്തെയാണ് കട്ട് ചെയ്യുന്നത്. ഇതിനെതിരായിട്ട് നമ്മളിപ്പോൾ ഇവർ ടീച്ചറിനൊക്കെ അനുമതി കൊടുത്താണ്. അപ്പോഴൊന്നും ഇവർക്ക് മനസ്സിലായിട്ടില്ല ഇതെന്താണ്. ഇത് എപ്പോഴാണ് ഇവരുടെ തലയിലകത്ത് ഈ വർഗീയം കുത്തിക്കയറ്റിയത്? അത് പാടില്ല.